പ്രത്യേകം അനുഗ്രഹിച്ച് നിർബന്ധമാക്കിയിട്ടുള്ളതാണ് വ്രതം. നമ്മളൊക്കെ വ്രതം അനുഷ്ഠിച്ചവരുമായിരിക്കും. എന്നിരുന്നാലും വ്രതത്തെ സംബന്ധിച്ച് ചിലതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കേട്ടുകേൾവിയുടെയോ പാരമ്പര്യത്തിൻ്റെയോ പേരിലല്ല മതപരമായ ഒരു കർമ്മം നാം നിർവഹിക്കേണ്ടത്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മം എങ്ങനെ നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടുവോ അതനുസരിച്ച് നാം നിർവഹിക്കുമ്പോൾ മാത്രമാണ് നാം ആഗ്രഹിക്കുന്ന പ്രതിഫലമുള്ള ഒരു കർമ്മമായി തീരും. ഏതൊരു കർമ്മവും സ്വീകാര്യമാകാൻ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഈമാനും ഇഖ്ലാസുമാണ്. നിഷ്കളങ്കമായി റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മമാണ്. രണ്ടാമത്തത് മുതാബഅത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മാതൃക പിൻപറ്റിക്കൊണ്ടായിരിക്കണം ആ കർമ്മം നിർവഹിക്കുന്നത്. ഈ രൂപത്തിൽ രണ്ട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഇബാദത്തായിട്ട് മാറുന്നത്. അപ്രകാരം നിർവഹിക്കുമ്പോഴാണ് ഒരു അമല് സ്വാലിഹായ അമലായി തീരുന്നത്. ഇത് പ്രാഥമികമായി ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഇന്ന് സൂചിപ്പിക്കുന്നത് വ്രതവും അതിൻ്റെ വിധിവിലക്കുകളുമാണ്. അനുഷ്ഠിച്ച ആളുകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമുക്കറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് കൂടുതൽ പ്രവേശിക്കാതെ സാധാരണ സംശയമായി ചോദിക്കാവുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോമ്പ് അള്ളാഹു ഫർളാക്കി. ആർക്കാണ് അള്ളാഹു നോമ്പ് ഫർളാക്കിയിട്ടുള്ളത്? കൃത്യമായ പണ്ഡിതന്മാർ അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കാണ് നോമ്പ് നിർബന്ധം. ഇസ്ലാമിൻ്റെ എല്ലാ വിവാദത്തുകളും മുസ്ലിങ്ങൾക്കാണ്, മുഅ്മിനുകൾക്കാണ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ ചില നിബന്ധനകൾ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ബുദ്ധിയുള്ളവനായിരിക്കണം, കഴിവുള്ളവനാകണം, അതേപ്രകാരം തന്നെ തടസ്സങ്ങൾ ഇല്ലാത്തവരായിരിക്കണം, നാട്ടിൽ താമസിക്കുന്നവരായിരിക്കണം. ഇതെല്ലാം നോമ്പ് നിർബന്ധമാകുവാനുള്ള നിബന്ധനകളാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് നോമ്പ് നിർബന്ധമുള്ളത്. അപ്പോൾ തീർത്തും ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകളുണ്ട്. ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് ശനി ബാധിച്ച് ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകളുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമേ ഇല്ല. അവര് നോമ്പെടുക്കാത്തതിന്റെ പേരിൽ അത്തരം ബുദ്ധിഭ്രമം സംഭവിച്ച ഭ്രാന്തായ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം നൽകേണ്ടതും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തീർത്തും നിർബന്ധമില്ലാത്ത ആളുകളാണ്. തക്ലീഫില്ലാത്തവരാണ്, മുക്കല്ലഫല്ല. ഇസ്ലാമിക ശാസ്ത്രങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നോമ്പില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാത്തതിന്റെ പേരിൽ അവർക്കുള്ള കഫാറത്തോ പ്രായശ്ചിത്തമോ ചെയ്യേണ്ടതില്ല. ഇതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത്തത്, പ്രായപൂർത്തി ആയവർക്കാണ് ഇസ്ലാം നോമ്പ് ഫർളാക്കിയിട്ടുള്ളത്. നോമ്പ് എന്നാൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ബുലൂഗായ ആളുകൾക്കാണ് നിർബന്ധമായിട്ടുള്ളത്. എപ്പോഴാണ് ഒരാൾ ബുലൂഗാണെന്ന് പറയുക, പ്രായപൂർത്തിയായി എന്ന് പറയുക? സാധാരണ നാം മനസ്സിലാക്കി വെക്കാറുള്ളത് 15 വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തിയായി. സർക്കാർ തലത്തിലുള്ള പ്രായത്തിന്റെ കണക്കല്ല മതത്തിലുള്ളത്. 15 വയസ്സ് ആയിക്കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാൾ പ്രായപൂർത്തിയായി. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഗുഹ്യരോമം മുളച്ചു കഴിഞ്ഞാൽ ആ ആളുകൾ പ്രായപൂർത്തിയായിട്ടുണ്ട്, 15 വയസ്സായിട്ടില്ലെങ്കിലും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 13-ലും 14-ലും ഒക്കെ അവർക്ക് ഹൈദുണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ 15 വയസ്സ് തികഞ്ഞില്ലെങ്കിലും അവർക്ക് പ്രായപൂർത്തിയായി. ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, നിർബന്ധമാണെന്നർത്ഥം. ഞാൻ അങ്ങനെ തന്നെ വ്യക്തമായി പറയുന്നത്, പല സ്ത്രീകളും ഇത് സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. കുട്ടിക്ക് 12 വയസ്സായി, അവർ ആർത്തവമുണ്ട്, പീരീഡ് ആയിട്ടുണ്ട്,
പക്ഷേ 15 വയസ്സായിട്ടില്ല. അപ്പൊ നോമ്പ് ഒഴിവാക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വായിക്കാറുണ്ട്, അതുപോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇസ്ലാമികമായി അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞു, നോമ്പ് ഫർദാണ്, ഖദാ ആക്കാനോ നഷ്ടപ്പെടുത്താനോ അനുവാദമില്ലാത്ത പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നോമ്പ് ഫർദല്ല, പക്ഷേ അവരെ നോമ്പ് പരിശീലിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. സ്വഹാബികൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് വ്യക്തമായി ഹദീസിൽ കാണാം. കുട്ടികളെ നോമ്പ് അവരെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു. സ്വാഭാവികമായി കുട്ടികൾക്ക് വിശപ്പ് അനുഭവപ്പെടുമ്പോൾ കരയും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രോഗങ്ങൾ, പല കളിപ്പണ്ടങ്ങൾ, കളിസാധനങ്ങൾ ഉണ്ടാക്കി അവരെ ശ്രദ്ധ തിരിച്ചുവിടുകയും അങ്ങനെ നോമ്പ് പരിശീലിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അത് കൊച്ചുനാളുകൾ മുതൽ തന്നെ ഒരു കാൽ നോമ്പ്, അരനോമ്പ്, മുക്കാൽ നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അങ്ങനെ നോമ്പ് ശീലിപ്പിക്കാൻ വേണ്ടത്. പെട്ടെന്ന് മുതിർന്ന ശേഷം പ്രായപൂർത്തിയായ ശേഷം ഒരു പൂർണ്ണമായ നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രയാസമാണ്. കുട്ടികളല്ലേ, അവരതിനൊന്നും പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ അങ്ങനെ തന്നെ ശീലിപ്പിച്ചു കൊണ്ടുപോയാൽ അത് നോമ്പെടുക്കാൻ പിന്നെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ചെറുപ്പത്തിലെ അല്പാൽപമായിട്ട് അത് ശീലിപ്പിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. മറ്റ് നോമ്പ് നിബന്ധനയുള്ള ഒരു കാര്യം, കഴിവുള്ളവരായിരിക്കണം നോമ്പ് ഫർദാക്കുക എന്നാണ്. നോമ്പിന് കഴിവുള്ള ആളുകളായിരിക്കണം. നോമ്പിന് കഴിയാതിരിക്കുന്ന ആളുകൾ രണ്ട് വിധത്തിൽ നമുക്ക് കാണാം. ഒന്ന്, സുഖമാകും എന്ന് പ്രതീക്ഷയില്ലാത്ത തരത്തിലുള്ള രോഗം ബാധിച്ച ആളുകൾ. അവർക്ക് ഈ രോഗം മാറുമെന്ന് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. അത്ഭുതങ്ങളും അപ്രതീക്ഷിതമായതുമൊക്കെ അത്തരം രോഗികളുടെ ജീവിതത്തിന് ചിലപ്പോഴൊക്കെ ഉണ്ടാകരുത്. അപ്പോൾ ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്, അവർക്ക് നിത്യേന ചികിത്സയാണ്. അതേപോലെ കിഡ്നി പേഷ്യൻ്റ് ഉണ്ടാകും, സ്ഥിരമായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്വാഭാവികമായും ഇനി ഇതിൽ നിന്ന് മോചനമില്ല, ഈ അസുഖം തുടർന്നുകൊണ്ടിരിക്കും, ഈ മരുന്ന് സ്ഥിരമായി കഴിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ രോഗികൾ, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കുവാൻ അവരോട് ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. ഇതേ ഗണത്തിൽ തന്നെയാണ് എന്ന ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരണം പറയുന്നത്, നോമ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന, സാഹസപ്പെടേണ്ടി വരുന്ന ചിലരുണ്ട്, പ്രായം ചെന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ, വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രയാസപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ നോമ്പെടുക്കാൻ സാഹസപ്പെടേണ്ടി വരുന്ന പ്രായം ചെന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കണം എന്ന് ഇസ്ലാം കർശനമായി നിർബന്ധിക്കുന്നില്ല. മറിച്ച് മാറാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന രോഗികളും പ്രായാധിക്യം കൊണ്ട് നോമ്പെടുക്കാൻ പ്രയാസപ്പെടേണ്ടി വരുന്ന ആളുകളും ഓരോ ദിവസത്തെയും നോമ്പിന് പകരം ഒരു മിസ്കീന്, സാധുവിന് ഒരു നേരത്തെ ആഹാരം നൽകുക. അത് എത്രയാണ് ആഹാരമായി നൽകേണ്ടത് ഖുർആനിൽ അത് പരാമർശിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു പറഞ്ഞിട്ടില്ല. പൊതുവെ ഫുഖഹാക്കൾ, ഫിഖ്ഹ് പണ്ഡിതന്മാർ ഫിത്ർ സകാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠനത്തിലൂടെ കണ്ടെത്തിയ തീരുമാനമാണ് ഒരു മുദ്ദ് മുഖ്യമായ ആഹാരം നൽകുക എന്നതാണ്. നമ്മൾ ഫിത്ർ സകാത്ത് കൊടുക്കുന്നത് ഒരു സാഅാണ്, 4 മുദ്ദാണ് ഒരു സാഅ. അപ്പൊ 1 കിലോ അരി ആയിരിക്കും, അല്ലെ അതിനേക്കാളും അല്പവും കൂടുതലായിരിക്കും നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് പറയുമ്പോൾ ഒരു മുദ്ദ്. അതാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. വേറെ ചില മദ്ഹബുകളിൽ 2 മുദ്ദ് കൊടുക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അങ്ങനെ 1 കിലോ അരിയാണ് ഒരു ദിവസത്തിന് വേണ്ടി നോമ്പെടുക്കാൻ കഴിയാത്ത ഇത്തരം ആളുകൾ ഫിദിയ എന്ന നിലക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേരുവ കൂടി കൊടുത്താൽ അത് നല്ലതാണ്, നിർബന്ധമല്ല, നല്ലതാണ്. എണ്ണയോ അതോ അതിലേക്ക് ചേർക്കാൻ പറ്റുന്ന മറ്റു വല്ലതോ കൊടുത്തു. ഇങ്ങനെ ധാന്യമായ മുഖ്യാഹാരമായ വസ്തുക്കൾ എന്താണോ അത് ഈ അളവിൽ കുറയാത്ത രൂപത്തിൽ ഓരോ ദിവസത്തിന് വേണ്ടിയും ഒരു മിസ്കീന് കൊടുക്കുക എന്നതാണ്. മറ്റൊരു മാർഗം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവെ പോലെയുള്ള സഹാബികൾ സ്വീകരിച്ചൊരു മാർഗം. അദ്ദേഹം 100-ലധികം വയസ്സ് ജീവിച്ച ഒരാളാണ്.
റസൂൽ ദുആ ചെയ്തിരുന്നതാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു, സന്താനത്തെയും ആയുസ്സിനെയും അല്ലാഹുവേ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ ദുആ ചെയ്തു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 120 സന്താനങ്ങൾ, പേരക്കുട്ടികളടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ പ്രായം നല്ല വന്നു, പ്രായം നോമ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന ഘട്ടം വന്നു. അപ്പൊ അദ്ദേഹം ചെയ്തിരുന്നത് 30 മിസ്കീനുകളെ തന്റെ വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് ഒരു നേരത്തെ ആഹാരം, നോമ്പ് തുറക്കുന്ന ആഹാരം അവർക്ക് നൽകി. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പലപ്പോഴും അത് പ്രായോഗികമായിരിക്കില്ല, പക്ഷെ പ്രായോഗികമാകുന്നൊരു മാർഗം, പ്രത്യേകിച്ചും ചില മഹല്ലുകളിലൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്, ഇത്തരം ഫിദിയയുള്ള കൊടുക്കേണ്ട ബാധ്യതയുള്ള ആളുകൾ മഹല്ലിൽ കിറ്റ് വിതരണം ചെയ്യുന്നതാണ്. അതിൽ പങ്കുവഹിക്കുകയാണ്. തങ്ങളുടെ വീട്ടിലെ ഫിദിയയുടെ ഭാഗം എന്ന നിലക്ക് ആ ഫിദിയയ്ക്ക് വേണ്ട അരിയുടെയും സാധനത്തിന്റെയും സംഖ്യ കമ്മിറ്റി ഏൽപ്പിക്കുന്നു. അവർ മിസ്കീനുകൾക്ക് കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ അത് വിതരണം ചെയ്യുന്നത് സൗകര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. സൂചിപ്പിക്കുന്നത് രോഗം കാരണത്താലോ പ്രായാധിക്യം കാരണത്താലോ നോമ്പെടുക്കാൻ സാധ്യമാകാത്ത അവസ്ഥയിലെത്തിയിട്ടുള്ള, ഇനി നോമ്പെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഘട്ടത്തിലെത്തിയ ആളുകൾ സാഹസപ്പെട്ട് നോമ്പെടുക്കേണ്ടതില്ല. അവർക്കതിന് പകരം ഫിദിയ കൊടുക്കാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. നോമ്പ് നിർബന്ധമാകാനുള്ള അടുത്ത നിബന്ധന മുഖീമാവണം, നാട്ടിൽ കഴിയുന്നവരാകണം എന്നതാണ്. രോഗികളിലും മറ്റൊരു വിഭാഗം രോഗികൾ നമുക്കിടയിൽ സാധാരണയുണ്ടാകും. മാറാത്ത രോഗികളല്ല, സുഖപ്പെടും എന്ന് കരുതുന്ന ചില രോഗം, 1-2 ദിവസം രോഗം ഉണ്ടായിക്കൊള്ളും. ഏതാനും ദിവസം മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറയും. ആ മരുന്ന് നമ്മുടെ നോമ്പിന്റെ സമയത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയണമെന്നില്ല. ചിലത് കൃത്യമണിക്കൂറുകൾക്കനുസരിച്ച് കഴിക്കേണ്ടതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നോമ്പെടുക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചത്, മുസാഫിറാണെങ്കിൽ ഔ അലാ സഫരിൻ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ. രോഗിയാണ്, രോഗമുള്ള ആ സമയത്ത് നോമ്പെടുക്കാൻ കഴിയില്ല, പിന്നീട് നോമ്പെടുക്കാൻ സാധിക്കുന്നവരാണ്. അതല്ലെങ്കിൽ ഔ അലാ സഫരിൻ, യാത്രക്കാരനാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം? അന്നേ ദിവസം അവർക്ക് നോമ്പ് ഒഴിവാക്കാം. ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ, റമദാനിന്റെ ശേഷം എത്ര ദിവസത്തെ നോമ്പാണോ നഷ്ടപ്പെട്ടത് അത്രയും എണ്ണം മറ്റ് ദിവസങ്ങളിൽ അവർക്ക് നോമ്പെടുക്കണം. റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ആ നോമ്പ് കഥാപെടണം. അത് തുടർച്ചയായിട്ടാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ കഥാ കിട്ടേണ്ടതുണ്ടോ? അങ്ങനെയില്ല. 3 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുത്തില്ല, അയാൾ റമദാൻ കഴിഞ്ഞാൽ 3 ദിനം തുടർച്ചയായിട്ടാണോ കഥാ കിട്ടേണ്ടത്? അങ്ങനെ നിർബന്ധമില്ല. സൗകര്യമനുസരിച്ച് റമദാനിന്റെ ശേഷമുള്ള ദിവസങ്ങളിൽ അയാൾക്ക് നോമ്പ് കഥാവുകയാണ്. ഇതേ നിയമം തന്നെയാണ് യാത്രക്കാരനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. നബിയുടെ കാലത്ത് ബദ്ർ യുദ്ധം നടന്നത് റമദാൻ മാസത്തിലാണ്. വളരെ പ്രസിദ്ധമായ മറ്റൊരു യുദ്ധം നടന്നത് റമദാനിലാണ്, മക്ക വിജയം നടന്നത്. റമദാൻ 20-ന് മക്കയിലേക്ക് എത്തി. അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് ശവ്വാൽ 9 കഴിഞ്ഞിട്ടാണ്. 19 ദിവസം മക്കയിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക വിജയവുമായി ബന്ധപ്പെട്ട, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കഴിയുന്നു. ഈ ദിവസങ്ങളിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടില്ല. ആ യാത്രയിൽ നോമ്പെടുത്തവരും നോമ്പെടുക്കാത്തവരും ഉണ്ടായിരുന്നു. യാത്രക്കിടയിൽ ചില ആളുകൾ നോമ്പെടുത്ത് കുഴങ്ങിപ്പോയി. റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആളുകൾ നോമ്പെടുത്ത് വിഷമിച്ചു. നബി യാത്രയിൽ നോമ്പുകാരനായിക്കൊണ്ടാണ് പുറപ്പെട്ടിരുന്നത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന്റെ ശേഷം നോമ്പ് മുറിച്ചു. പരസ്യമായി ഒട്ടകത്തിലിരുന്ന് നോമ്പ് മുറിച്ചു. അത് കണ്ടപ്പോൾ എല്ലാം മറ്റുള്ള നോമ്പെടുക്കാൻ പ്രയാസപ്പെട്ടിരുന്ന, തളർന്നുപോയിരുന്ന ആളുകളൊക്കെ നോമ്പ് മുറിച്ചു. അതുകൊണ്ട് യാത്രയിൽ നോമ്പെടുത്ത അനുഭവങ്ങളുണ്ട്, നോമ്പ് ഉപേക്ഷിച്ച അനുഭവങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്,
ഞങ്ങളിൽ നോമ്പെടുത്തവരും നോമ്പെടുക്കാത്തവരുണ്ട്. നോമ്പെടുക്കാത്തവരെ നോമ്പെടുത്തവർ ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല, മറിച്ചും ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ വലിയ അപകടപ്പെടുന്ന രീതിയിൽ, അബോധാവസ്ഥയും തടർന്നു കടന്നു പോവുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു മനുഷ്യനായി പോകുന്നുവെങ്കിൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാനാണ് അഫ്ളൽ യാത്ര. അല്ലാത്ത അവസ്ഥയിൽ നോമ്പ് എടുക്കുന്നതാണ് നല്ലത്. അഥവാ നോമ്പുകാരന്റെ അവസ്ഥക്കനുസരിച്ച് ഉപേക്ഷിക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്യാം. അതിൽ വിശാലമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. റസൂലിന്റെയും സഹാബത്തിന്റെയും ചര്യകളും അതിൽ വിശാലം തന്നെയാണ്. അപ്പൊ ചില ആളുകൾ നമുക്കിടയിൽ ഡ്രൈവർമാരുണ്ട്, വാഹനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം യാത്ര അവര് ജോലിയുടെ ഭാഗം കൂടിയാണ്. അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാമോ? നോമ്പ് നിർവഹിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള യാത്രയാണ് അവർക്കുള്ളതെങ്കിൽ, അത്തരം യാത്രയാണ് അവർ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. ഇസ്ലാം അനുവാദം നൽകി. റമദാൻ അല്ലാത്ത കാലങ്ങളിൽ സൗകര്യപ്പെടുന്ന സന്ദർഭങ്ങളിലായി ആ നോമ്പ്, ആ നഷ്ടപ്പെട്ട നോമ്പ് അവർക്ക് പ്രാപിക്കണം. അതാണ് ഇസ്ലാമികമായിട്ട് ആ വിഷയത്തിലുള്ള വിധി. ഇവിടെ സ്ത്രീകളില് പാലൂട്ടുന്ന സ്ത്രീകളുണ്ട്, അതേപോലെ ഗർഭിണികളുമുണ്ട്. അവരെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്? രോഗികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നു. രോഗികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ രണ്ട് വീക്ഷണം അതിലുണ്ട്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് വരുമ്പോൾ 3 അഭിപ്രായം ലഭിച്ചിട്ടുണ്ട്. ഒരഭിപ്രായമുള്ളത് സുഖപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന രോഗികളുടെ കൂട്ടത്തിലാണ് അവരുള്ളത്. അവർക്ക് ആ ഗർഭകാലത്ത് നോമ്പെടുക്കാൻ പ്രയാസമാണ്, കുഞ്ഞിന് പൊലയൂട്ടുന്നത് കൊണ്ട് നോമ്പെടുക്കാൻ പ്രയാസമാണ് എങ്കിൽ ആ ദിവസങ്ങളുടെ നോമ്പ് അവർ ഒഴിവാക്കാം. പിന്നീട് മറ്റ് ദിവസങ്ങളിൽ ആ നോമ്പ് ഖളാ വീട്ടണം. ഇതാണ് ആ വിഷയത്തിലുള്ള മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ട് നിലപാട്. മറ്റൊരു വീക്ഷണമുള്ളത് അവർക്ക് നോമ്പ് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല, ഫിദിയ കൊടുത്താൽ മാത്രം മതി എന്നാണ് മറ്റൊരു വീക്ഷണം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അഭിപ്രായമാണ്. അവർ രണ്ടിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. അവർ മാറാത്ത, സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികളുടെ അവസ്ഥ എന്താണോ അതേപോലെയാണ് ഗർഭിണികളും പാലൂട്ടുന്നവരും എന്നാണ് അവരുടെ വീക്ഷണമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഹദീസിൽ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫിദിയ കൊടുത്താൽ മതി എന്നുള്ള അഭിപ്രായം ചില പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതൊരു വീക്ഷണമുള്ളത് അവർ എന്തുകൊണ്ടാണ് നോമ്പെടുക്കാത്തത്? സ്വന്തത്തിന്റെ കാര്യത്തിൽ ഭയന്നുകൊണ്ടാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഖളാ വീട്ടണം. കുഞ്ഞിന്റെ കാര്യം ഭയന്നുകൊണ്ടാണ്, ഗർഭസ്ഥ ശിശുവിന്റെ കാര്യം ഭയന്നുകൊണ്ടാണ് അവരെ നോമ്പെടുക്കാതിരിക്കുന്നതെങ്കിൽ അവർ ഖളാ വീട്ടുകയും ചെയ്യണം, ഫിദിയ കൊടുക്കുകയും ചെയ്യണം. ഇതാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. നമ്മുടെ നാട്ടിൽ കൂടുതൽ ഷാഫി മദ്ഹബാണ്. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഗർഭിണികളോ പാലൂട്ടുന്നവരോ നോമ്പ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ ഫിദിയ കൊടുക്കുകയും ചെയ്യണം. കുഞ്ഞിന് വേണ്ടിയാണ് അവർ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ. ഇങ്ങനെ 3 വീക്ഷണം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇതിലേതാണ് മുൻഗണനയുള്ളത് എന്ന വിഷയത്തിൽ അതിലും അഭിപ്രായ വ്യത്യാസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നോമ്പ് ഗർഭിണികൾക്ക് ഒഴിവാക്കാം, മുലയൂട്ടുന്നവർക്കും ഒഴിവാക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ വളഅ അനിൽ മുസാഫിരി ശത്റ സ്വലാത്തി വസ്സൗമി. അല്ലാഹു യാത്രക്കാരന് ഇളവ് കൊടുത്തിട്ടുണ്ട്, നമസ്കാരത്തിന്റെ പകുതി. അഥവാ യാത്രക്കാരന് നിസ്കാരം കസ്റാക്കി ചുരുക്കി നമസ്കരിക്കാം. വസ്സൗം, നോമ്പിന്റെ കാര്യത്തിലും യാത്രക്കാരന് ഇളവ് കൊടുത്തിട്ടുണ്ട്, പിന്നീട് ഖളാ വീട്ടിയാണ്. എന്നിട്ട് ചേർത്ത് പറഞ്ഞു, വഅനിൽ ഹുബ്ല വൽ മുർദിഇ സൗമ.
ഹുബുല ഗർഭിണികൾക്കും വൽ മുർദി പാലൂട്ടുന്നവർക്കും അസ്സൗമ നോമ്പിനും ഇളവ് നൽകിയിട്ടുണ്ട്. ഇവിടെ വിശദീകരണം പറഞ്ഞിട്ടില്ല. ഗർഭിണികളും പാലൂട്ടുന്നവരും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 3 വീക്ഷണങ്ങളുള്ളത്. ഈ പറഞ്ഞ ഹദീസില് യാത്രക്കാരന്റെ കൂടെ ചേർത്തിട്ടാണ് ഗർഭിണികളെ പറഞ്ഞിട്ടുള്ളത്, മുലയൂട്ടുന്നവരെ പറഞ്ഞിട്ടുള്ളത്. മാറാത്ത രോഗികളുടെ ഗണത്തിലല്ല, ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഗണത്തിലാണ് ഗർഭിണികളും മുലയൂട്ടുന്നവരും ഉള്ളത്. അതുകൊണ്ട് സൂക്ഷ്മതയുള്ള വീക്ഷണം, യാത്രക്കാരനും സുഖപ്പെടുന്ന രോഗികളെ പോലെ അവർ ഖളാ വീട്ടണം എന്ന ഭൂരിപക്ഷം അഭിപ്രായമാണ്. ഈ വർഷം ഗർഭിണിയാണ്, അടുത്ത വർഷം പാലൂട്ടുന്നവരാണ്, അങ്ങനെ തുടർച്ചയായ പ്രസവമാണ്. അങ്ങനെയാകുമ്പോൾ നോമ്പ് ഖളാ വീട്ടി തീർക്കാൻ പ്രയാസപ്പെട്ടു പോകും. അങ്ങനെയുള്ള തക്കതായ വ്യക്തമായ കാരണമുള്ള സാഹചര്യത്തിൽ ഫിദ്യ കൊടുക്കാം. ഇതാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സൂക്ഷ്മമായ ഈ വിഷയത്തിലുള്ള വീക്ഷണം. പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണമുണ്ട്. ആ വീക്ഷണങ്ങൾ തർക്കങ്ങൾ തീരില്ല. കാരണം കൃത്യമായ തെളിവ് വിശദീകരണം വരാത്തൊരു വിഷയമാണ്. അപ്പോൾ അത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഖപ്പെടും എന്ന് പറയുന്ന രോഗികളുടെ യാത്രക്കാരന്റെ ഗണത്തിലാണ് വരുന്നത്. കാരണം അവരുടെ പ്രയാസം പരിഹരിക്കപ്പെടുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഖളാ വീട്ടുകയാണെങ്കിൽ ഇതെല്ലാം കൂടി റമദാനിന്റെ നോമ്പുകൾ പിന്നെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം തന്നെയായിരിക്കും. അവർക്ക് സൂചിപ്പിച്ചതുപോലെ ഫിദിയ ഒരു പരിഹാര മാർഗമായി സ്വീകരിക്കാമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നോമ്പിന്റെ ആരാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം നോമ്പിന്റെ പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് നിയ്യത്താണ്. സുബഹിക്ക് മുമ്പ് നിയ്യത്ത് ഉണ്ടായിരിക്കണം. മല്ലം യുബയ്യിത്ത് സുയാമ, നോമ്പിന്റെ നിയ്യത്ത് രാത്രി ആയിരിക്കണം, അല്ലെങ്കിൽ നോമ്പ് ലഭിക്കില്ല. ഫർദ് നോമ്പിന്, സുന്നത്ത് നോമ്പിന് അത് ബാധകമല്ല. സുബഹിക്ക് ശേഷം ചായയൊന്നും കുടിക്കാതിരുന്നാൽ, വെള്ളം കുടിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ സുബഹിക്ക് ശേഷവും ഒരാൾക്ക് തീരുമാനിക്കാം ഇന്ന് ഞാൻ നോമ്പാക്കണം, അവർക്ക് നോമ്പുണ്ട്. പക്ഷെ ഫർദ് നോമ്പ് അങ്ങനെയല്ല. തലേ ദിവസം സുബഹി ആകുന്നതിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടായിരിക്കും. രാത്രി തീരുമാനം വേണം, നാളെ നോമ്പെടുക്കുന്നു. ഈ മാസം മുഴുവൻ നോമ്പെടുക്കുന്നു എന്ന് വേണമെങ്കിലും ഒരാൾക്ക് നിയ്യത്ത് ചെയ്യാം. പക്ഷെ ഇടയിൽ മുറിയാൻ പാടില്ല എന്നാണ്. ഇടയ്ക്ക് നോമ്പ് വിട്ടുപോയാൽ വീണ്ടും നിയ്യത്ത് പുതുക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ. അപ്പൊ എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, എത്ര പറഞ്ഞാലും വസ്വാസ് തീരാത്തൊരു വിഷയമാണ്. ചൊല്ലി പറയേണ്ടതുണ്ട് എന്നാണ് ആളുകളുടെ പൊതുധാരണ. ചിലയിടങ്ങളിൽ ചൊല്ലി കൊടുക്കാതെ ചൊല്ലി പറയാറുണ്ട്. നബൈത്തു സോമവതി അന്നതായി, അതാ ആയിക്കൊണ്ട് നാളത്തെ നോമ്പ് ഞാൻ എടുക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് ചൊല്ലി പറയാറുണ്ട്. അത് പറയേണ്ട ആളല്ല, സംഗതി മനസ്സിൽ തീരുമാനമാണ്. നാളെ റമദാൻ നോമ്പ് ഞാൻ എടുക്കുന്നുണ്ട് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, തീരുമാനം. അതാണ് നിയ്യത്ത് ഉദ്ദേശിക്കുന്നത്. അത്താഴം കഴിക്കുമ്പോൾ അവരെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണ്? ഇന്നത്തെ അത്താഴം കഴിച്ച് നാളത്തെ റമദാൻ നോമ്പ് എടുക്കുന്നുള്ളതാണ്. അതാണ് നിയ്യത്ത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നാണ്. അപ്പൊ നമുക്കറിയാം, നോമ്പുകാരനായാൽ ഭക്ഷ്യപാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ പാടില്ല. അത് വായിലൂടെയും മൂക്കിലൂടെയും ഉള്ളിലേക്ക് എത്തിയാലും, മൂക്കിലൂടെ ഉള്ളിലേക്ക് എത്തിയാലും അത് ഭക്ഷണം കഴിക്കുന്നതിന് സമാനമായിട്ടാണ് റസൂലിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വുളൂ ചെയ്യുമ്പോൾ നിർദ്ദേശിച്ചൊരു കാര്യം, മൂക്കിൽ വെള്ളം കയറ്റി ചെയ്യണം. വിരലോട് ഇങ്ങനെ തൊടലാണ് അധികം ആൾക്കാർ തൊട്ട് തന്നെയാണ്. മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് അത് പുറത്തേക്ക് ചീറ്റി കളയണം. അതാണ് വുളൂ ചെയ്യുമ്പോഴുള്ള നിയമം.
അത് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞത് ഇല്ല അന്തപൂന സാഹിബൻ, നോമ്പുകാരനാണെങ്കിൽ വേണ്ട. കാരണം ആ മൂക്കിലൂടെ വെള്ളം കയറുമ്പോൾ ചിലപ്പോൾ അത് തൊണ്ടയിലേക്ക് എത്താൻ, ഉദരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനോട് പ്രത്യേകിച്ച് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനാൽ തന്നെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായിലൂടെയോ മൂക്കിലൂടെയോ അന്നനാളിയിലൂടെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ അവന്റെ നോമ്പ് നഷ്ടപ്പെടും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നോമ്പ് നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്കുള്ളത്. നമ്മൾ വായിലൂടെയായ മൂക്കിലൂടെ കഴിക്കുന്നതെല്ലാം അന്നനാളത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ് ചെയ്യുക. നോമ്പ് കാലത്ത് സുഗന്ധം ഉപയോഗിക്കാം, ഒരു വിലക്കും ആ വിഷയത്തിലില്ല. എണ്ണ തേക്കാം, കുളിക്കാം, സുറുമയിടാം, ഇതെല്ലാം അനുവദിക്കപ്പെട്ടതാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സുറുമയിടാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൂടിന് ആശ്വാസം കിട്ടാൻ വേണ്ടി കട്ടിയുള്ള വസ്ത്രം വെള്ളത്തിൽ മുക്കി അത് ശരീരത്തിൽ പുതക്കാറുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വലിയൊരു വിടാവുണ്ടായിരുന്നു, വലിയ പാത്രം, കല്ലിൽ കൊത്തിയുണ്ടാക്കുന്ന വലിയ പാത്രമായിരുന്നു. വെള്ളം തണുക്കാൻ വേണ്ടി അതിലാണ് വെള്ളം ഒഴിച്ചത്. പഴയ കാലത്ത് സമ്പ്രദായം. അതിൽ അദ്ദേഹം വെള്ളം നിറച്ചു വെക്കാൻ പറയും. എന്നിട്ട് ചൂടിന് ആശ്വാസം കിട്ടാൻ വേണ്ടി അതിൽ പോയി ആ വെള്ളത്തിൽ. അപ്പൊ ആളുകളുടെ നോമ്പിന് പുഴയിലൊക്കെ പോയിട്ട് വൈകുന്നേരം നീന്തലും കുടിക്കലൊക്കെ ഉണ്ട്. വെറുതെ പുഴയിലിരിക്കും. നല്ല ചൂട് കാലത്ത് ആളുകൾ ചെയ്യുന്നതാണ്. ഇതുകൊണ്ടൊന്നും നോമ്പ് നഷ്ടപ്പെടില്ല. ശരീരത്തിന് തണുപ്പുണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ വെള്ളം കുടിക്കുന്നതിന് സമാനമല്ല, ആഹാരത്തിന് സമാനമല്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് മുങ്ങിക്കുളിച്ചാൽ പോലും നോമ്പ് കുറയില്ല. മുങ്ങിക്കുളിക്കുമ്പോൾ വെള്ളം കുടിക്കാണ്ട് ഞാൻ വെള്ളം കുടിച്ചാലേ നോമ്പ് കുറയുള്ളൂ. കണ്ണിൽ സുറുമയിടാം എന്ന് പറയുമ്പോൾ കണ്ണിൽ മരുന്നിട്ടിരിക്കുക. ചില നോമ്പുകാരായിരിക്കും, അവർക്ക് നോമ്പിന് കണ്ണിന് മരുന്നിട്ടിക്കേണ്ടവരുണ്ടാകും. പ്രശ്നമൊന്നുമില്ല. ചെവിയിലും മരുന്നിട്ടിക്കുന്നതിനും പ്രശ്നമില്ല എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള ആധുനിക പണ്ഡിതന്മാരുടെ പഠനങ്ങളുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ഇതൊന്നും ഭക്ഷണത്തിന്റെ ഭാഗത്തായിട്ട് വരില്ല. ഇതേപോലെ തന്നെ ചിലപ്പോൾ നോമ്പുകാരനായിരിക്കെ എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും. അന്നനാളിയിലൂടെ അല്ലാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ നോമ്പിനെ ബാധിക്കുന്നതല്ല. വായിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ബാധിക്കും. ഇൻസുലിൻ ചെയ്യുന്ന ആളുകൾ അതിനൊരു പ്രശ്നവുമില്ല. വാക്സിൻ എടുക്കാൻ പറ്റുമോ? ഇപ്പൊ 10 രൂപ ചോദിച്ചാൽ പള്ളിക്ക് വരുന്നത് ഒരു കുഴപ്പമില്ല. അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ആൻജിയോഗ്രാം ചെയ്യാം, അതിനും പ്രശ്നമൊന്നുമില്ല. പല്ല് പറിക്കാം, റൂട്ട് കനാല് ചെയ്യാം, ഭക്ഷണം രുചിക്കാം, തൊണ്ടയിലേക്ക് ഇറക്കാൻ പറ്റില്ല. പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാം, പക്ഷെ സൂക്ഷ്മത പുലർത്തണം. ഇല്ലെങ്കിൽ ആ പേസ്റ്റ് ചേർന്ന ഉമനീര് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് നല്ലത് പേസ്റ്റ് ഒഴിവാക്കലാണ്. അതിന് പേസ്റ്റ് അത്യാവശ്യം ഒരാളാണെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ പല്ല് തേക്കാം. അപ്പം അതുപോലെ ഭക്ഷണം രുചിച്ചു നോക്കാൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ട് വരും. ആ ഭക്ഷണം രുചിച്ചു എന്നുള്ളത് കൊണ്ട് നോമ്പിനെ ബാധിക്കുന്നില്ല. അത് ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല. അവിടെ ശ്രദ്ധ വേണം എന്നതാണ്. ഭക്ഷണത്തിന് പകരം കൊടുക്കുന്ന പോഷണങ്ങൾ അടങ്ങിയ ഇഞ്ചക്ഷൻ അത് നോമ്പ് കുറയും. ചില ട്രിപ്പ് അതിൽപ്പെട്ടതാണ്. അതേ പ്രകാരം തന്നെ സാധാരണ രീതിയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ടാകും. അവിടെ രക്തം പുറത്തേക്ക് എടുക്കുക മാത്രമല്ല, പോഷണങ്ങൾ അടങ്ങിയ ശുദ്ധീകരിക്കപ്പെട്ട രക്തമാണ് പിന്നീട് തിരിച്ചു കയറുന്നത്. അതുകൊണ്ട് ഡയാലിസിസ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ അവരുടെ നോമ്പ് നഷ്ടപ്പെടും. ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് നോമ്പെടുക്കേണ്ടതുണ്ടോ? അത് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ്.
തുടർച്ചയായി 2 ദിവസം 3 ദിവസം കൊണ്ട് ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആഴ്ചയിലോ മാസത്തിലൊക്കെ എടുത്താൽ മതിയാകുന്ന ആളുകളുണ്ട്. അത് ആരോഗ്യസ്ഥിതി അനുസരിച്ച് നോമ്പെടുക്കാൻ ഡോക്ടറുടെ അനുവാദമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് നോമ്പെടുക്കാം. അല്ലാത്തവരാണെങ്കിൽ ആ ദിവസങ്ങളുടെ നോമ്പ് പിന്നീട് സന്ദർഭമനുസരിച്ച് കഥാ വീട്ടാം. അതെന്താണോ നേരത്തെ പറഞ്ഞ രോഗികളുടെ ഗണത്തിലാണ് അത് വരുന്നത്. നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവം പഠിപ്പിച്ചിട്ടുള്ളത് ലൈംഗിക ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതാണ്. അല്ലാഹു പറഞ്ഞത് തന്നെ യദഉ തആമഹു വശറാബഹു. നോമ്പുകാരൻ ഇത്ര വലിയ പ്രതിഫലം അത് കൊടുക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഭക്ഷണം ഒഴിവാക്കുന്നു, പാനീയം ഒഴിവാക്കുന്നു, വശഹവതഹു അവന്റെ ലൈംഗിക വികാരവും അവൻ ഉപേക്ഷിക്കുന്നു, മിൻ അജലി എനിക്ക് വേണ്ടി, പടച്ചവന്റെ വ്രതം ആചരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധം, പാരിപത്ര ബന്ധം അത് പൂർണ്ണമായും നോമ്പ് കാലത്ത് നിഷിദ്ധമാണ്. റമദാനിന്റെ രാത്രിയിലോ ഖുർആൻ പറഞ്ഞു, റമദാന്റെ രാത്രികളിൽ നിങ്ങൾക്ക് ഭാര്യഭർത്തൃ ബന്ധം അനുവദിക്കപ്പെട്ടതാണ്. അത് ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള വ്രതത്തിന്റെ പകലിൽ മാത്രമാണ് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അത്തരത്തിൽ ഒരു ബന്ധമുണ്ടായാൽ, റമദാനിന്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ഭാര്യഭർത്തൃ ബന്ധമുണ്ടായാൽ വളരെ ഭാരിച്ച കഫാറത്താണ് ഇസ്ലാം നിശ്ചയിച്ചത്. വലിയ പണിഷ്മെന്റാണ്. അതിന് നൽകുന്നത് അടിമയുണ്ടെങ്കിൽ അടിമയെ മോചിപ്പിക്കണമെന്നാണ്. ഈ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ് വലിയ കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമായി നിശ്ചയിച്ചത്. ഇപ്പൊ കൊലപാതകം ചെയ്തു പോയാൽ പ്രായശ്ചിത്തം അതാണ്. ഇപ്പൊ സാധാരണ അബദ്ധത്തിൽ സംഭവിച്ചാൽ, ഒരു ഡ്രൈവറാണ് അബദ്ധത്തിൽ വാഹനം ആക്സിഡന്റ് പെട്ടു, ഒരാൾ മരിച്ചു. അവിടെയും ആദ്യം നിർദ്ദേശിക്കുന്ന അടിമയെ മോചിപ്പിക്കലാണ്. അതല്ലെങ്കിൽ ആ ഡ്രൈവർ ചെയ്യേണ്ടത് 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക. ഇവിടെയും ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അടിമയെ മോചിപ്പിക്കണം. അതിന് സാധിക്കില്ലെങ്കിൽ ഫസിയാമു ശഹറൈനി മുതതാബിയൈൻ, തുടർച്ചയായ 2 മാസം നോമ്പെടുക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ദിവസവും വീഴ്ച വരുത്താൻ പാടില്ല. അതിൻ്റെ ഇടയിൽ വലിയ പെരുന്നാൾ വന്നു, പെരുന്നാളിൻ്റെ അന്നും അതിന്റെ ശേഷമുള്ള 3 ദിവസം നോമ്പെടുക്കൽ ഹറാമാണ്. അത് ഒഴിവാക്കണം. അതല്ലെങ്കിൽ രോഗം ബാധിച്ചത് കൊണ്ട് ഒരു 4 or 5 ദിവസങ്ങൾ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, അത് ഒഴിവാക്കാം. അത് പ്രശ്നമല്ല എന്നർത്ഥം. അല്ലാത്ത രീതിയിൽ തുടർച്ചയായിക്കൊണ്ട് തന്നെ 60 ദിവസം നോമ്പെടുക്കണം. അതിനും സാധിക്കാത്ത ആരോഗ്യപരമായ പ്രശ്നമൊക്കെയുള്ള ആളാണെങ്കിൽ 60 മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ഇതാണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിക നിയമം. അന്നത്തെ ഒരു ദിവസത്തെ നോമ്പ് വൈകുന്നേരം വരെ അവൻ പൂർത്തിയാക്കണം. ആ നോമ്പ് വേറെ റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് എന്ന നിലക്ക് അത് പിന്നെ ഖളാ കിട്ടുകയും ചെയ്യും. അപ്പൊ 60 നോമ്പ് പ്രായശ്ചിത്തമായിട്ട് വേണം, നഷ്ടപ്പെട്ട നോമ്പ് ഖളാ കിട്ടുകയും ചെയ്യണം. ഇതിന്റെയൊക്കെ കൂടെ പടച്ചവനോട് തൗബയും. അത്ര ഗൗരവകരമായ താക്കീത് നൽകപ്പെട്ട വിഷയമാണ്. ഇതിലിപ്പോ 2 ആള് നോമ്പെടുക്കണോ, ഒരാൾ നോമ്പെടുത്താൽ മതിയോ? ഭാര്യ അതിനനുകൂലമായിട്ടായിരുന്നു പ്രതികരിച്ചതെങ്കിൽ അവളും ഇതേ നിയമത്തിന് മാറണം. ഇതുപോലെ അവളും ഈ പ്രായശ്ചിത്തം ചെയ്യണം. എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കാതെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നവളാണ് എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം കഫാറത്തിൽ നിന്ന് ഒഴിവുണ്ട്, അവൾക്ക് ഒഴിവുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലിന്റെ കാലത്ത് സമാനമായ സംഭവം ഒരു സഹാബിയിൽ ഉണ്ടാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് തനിക്ക് വന്നുപോയ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് വിഷമത്തോടെ പറയുകയും റസൂൽ അദ്ദേഹത്തോട് ഉപദേശിക്കുകയും ചെയ്തതും ഈ കാര്യങ്ങളാണ്. എന്നാൽ ശുക്ലസ്ഖലനം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിട്ട് ചില ആളുകൾ കിടന്നാൽ അവർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാകും. അതുകൊണ്ട് നോമ്പിനൊരു കുഴപ്പമില്ല, നോമ്പിനെ അത് ബാധിക്കുന്നതല്ല.
നിസ്കരിക്കാൻ വേണ്ടി കുളിച്ച് ശുദ്ധിയാകണം. നോമ്പ് സാധാരണ പോലെ പൂർത്തിയാക്കുക, ആ ഒരു നോമ്പായിട്ട് തന്നെ പരിഗണിക്കും. എന്നാൽ അത് സ്വയം വരുത്തിയതാണെങ്കിൽ, മുട്ടിമൈഥുനമോ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരാള് ബീജസ്ഖലനം ഉണ്ടാക്കിയതാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നഷ്ടപ്പെടും. ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. അവൻ ചെയ്ത കുറ്റത്തിന് പടച്ചവനോട് പശ്ചാത്തപിക്കുകയും ചെയ്യണം. പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധത്തിനുണ്ടായിരുന്ന ആ കഫാറത്ത്, വലിയ പ്രായശ്ചിത്തം ഇതിന് ബാധകമല്ല. നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, റമദാനിൽ നോമ്പെടുത്തിട്ട് ഭാര്യയുമായി ചുംബിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട. വേറൊരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്റെ ഭാര്യനെ ചുംബിക്കാൻ പറ്റുമോ നോമ്പുള്ള സമയത്ത്? കുഴപ്പമില്ല. ആദ്യം പറഞ്ഞത് ചെറുപ്പക്കാരനോടാണ്, ആദ്യം ചോദിച്ചത് യുവാവാണ്. യുവാവിനോടാണ് റസൂലുള്ളാഹി പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് പ്രായം ചെന്ന മനുഷ്യൻ, അയാളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബസ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഭാര്യമാരെ സൂചിപ്പിക്കുന്നുണ്ട്, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ചുംബനം തരാറുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നത്, വലാകിന്നഹു കാന അംലകകും ലിഇർബിഹി, പ്രവാചകൻ അങ്ങേയറ്റത്തെ നിയന്ത്രണത്തിന് കഴിവുള്ള ആളാണ്. അപ്പൊ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല, നോമ്പ് നഷ്ടപ്പെടില്ല. പക്ഷേ നിയന്ത്രണം വിട്ടുപോകാൻ സാധ്യതയുള്ള ആളുകൾ, അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് റസൂലുള്ളാഹി പറഞ്ഞത് വേണ്ട എന്ന്. നിയന്ത്രണത്തിന് സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നോമ്പ് മുറിയുന്നതല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് വികാരം ഉണ്ടാകുമ്പോൾ ശുക്ലമല്ലാത്ത മദനജലം, ഒരു വെളുത്ത പ്രത്യേകതരം കൊഴുപ്പ് വരാറുണ്ട്. ഇതൊക്കെ ആളുകൾ സാധാരണ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വ്യക്തമായി പറയുന്നത്. അത് ശുക്ലമല്ല, വൈകാരികമായ അവസ്ഥയിൽ പുരുഷന്മാർക്കുണ്ടാകുന്നതാണ് മതി എന്ന് പറയുന്ന വെളുത്ത ഒരു ദ്രാവകം. സ്ത്രീകൾക്കും അതേപോലെ തന്നെ ഉണ്ടാകാം. അത് നോമ്പ് മുറിയുന്ന കാര്യമല്ല, നോമ്പിനെ ബാധിക്കുന്നതല്ല. ശുക്ലസ്ഖലനം ഉണ്ടാക്കിയാൽ മാത്രമാണ് നോമ്പ് നഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം. ഇപ്പൊ രാത്രി ഭാര്യ ഭർത്തൃ ബന്ധം അനുവദനീയമാണ്. എപ്പോഴാണ് കുളിക്കേണ്ടത്? സുബഹിക്ക് മുമ്പ് നല്ലതാണ്. ഇനി സുബഹിക്ക് മുമ്പ് ഒരാൾ കുളിച്ചില്ല, എന്നാൽ അന്നേ ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ലയോ? നോമ്പെടുക്കൽ നിർബന്ധമാണ്. നോമ്പിന് വേണ്ടി കുളി നിർബന്ധമേ അല്ല. കുളിക്കേണ്ടത് നമസ്കരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സുബഹി നമസ്കരിക്കാൻ നിർബന്ധമായിട്ട് കുളിച്ചിരിക്കണം. രാത്രി കുളി നിർബന്ധമുള്ള ജനാപത്തുള്ള സ്ത്രീയോ പുരുഷനോ സുബഹിക്ക് മുമ്പ് കുളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അന്നേ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല. അന്നേ ദിവസവും സാധാരണ പോലെ നോമ്പെടുക്കുകയാണ് വേണ്ടത്. എടുക്കലാണ് ഇസ്ലാമിക നിയമം. അപ്പൊ കുളി നോമ്പിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാപത്തുള്ളവനായിരിക്കെ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് തന്നെ പ്രവാചകന്റെ ഭാര്യ പറയുന്നു. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനാപത്തുകാരനായിട്ട് നോമ്പായാൽ എന്താ വിധി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് നോമ്പ് കിട്ടൂല. അങ്ങനെയാണ് നബിയുടെ ഭാര്യയോട് ഈ വിഷയത്തെ പറ്റി ചോദിക്കുന്നത്. അപ്പൊ ഭാര്യ പുറത്ത് പറഞ്ഞു, അല്ലാഹു റസൂൽ ജനാപത്തുണ്ടായിരിക്കെ നോമ്പെടുക്കാറുണ്ടായിരുന്നു, സുബഹിക്ക് ശേഷമാണ് അവിടുന്ന് കുളിച്ചത് എന്ന് വ്യക്തമായി പരാമർശിച്ചു. നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യം, നോമ്പുകാർക്ക് പാടില്ലാത്ത, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ പാടില്ലാത്ത സന്ദർഭമാണ് ഹൈദ്, നിഫാസ്. ആർത്തവം, നോമ്പെടുത്ത ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകാം.
അത് പകലിന്റെ ഏത് സമയത്തുണ്ടായിരുന്നാലും ശരി, നോമ്പ് അവിടെ മുറിഞ്ഞു അവസാനിച്ചു. ഇതേ നിയമം തന്നെയാണ് പ്രസവ രക്തമുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ബ്ലീഡിംഗ് ഉള്ളവരുണ്ട്. അറബിയിൽ ഇസ്തിഹാദത്ത് എന്ന് പറയും. രോഗം സംബന്ധമായിട്ടുള്ള ബ്ലീഡിങ് സംഭവിക്കുന്നത്, അത് നോമ്പിനെ ബാധിക്കുന്നതല്ല. ആരോഗ്യപരമായ പ്രയാസമില്ലാത്ത സ്ത്രീകളാണോ അവർക്ക് നിസ്കാരം നിർബന്ധമാണ്, അതേപോലെ നോമ്പും ആ സന്ദർഭത്തിൽ നിർബന്ധമാണ്. ബ്ലീഡിംഗ് ഉള്ളവർ നോമ്പെടുക്കൽ നിർബന്ധമാണ്, നിസ്കാരവും അവർക്ക് നിർബന്ധമാണ്. അവരാ സന്ദർഭം ഒന്നുവിന്റെ സന്ദർഭമാകുമ്പോൾ വൃത്തിയാവുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നോമ്പും എടുക്കേണ്ടതുണ്ട്. ഡോക്ടർ നോമ്പെടുക്കരുത്, നിർബന്ധമായ റെസ്റ്റ് വേണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞുവെങ്കിൽ അവരെ നോമ്പ് ഉപേക്ഷിക്കാം. മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് കളാവട്ടെ. അപ്പൊ ഹൈദ് നിഫാസുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ നോമ്പെടുത്താൽ നോമ്പ് സാധുവല്ല. ഇതാണ് അതിലൊന്ന് മസല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ചെല്ലാം തുസല്ലി വലം തസൂം, ഹൈദ് ഉള്ളപ്പോൾ അവരെ നോമ്പെടുക്കാറില്ല, അവരെ നമസ്കരിക്കാറുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നമസ്കാരം ഞങ്ങളോട് ഖളാ വീട്ടാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ ഹൈദ് സമയത്തുള്ള ഈ നിഫാസ് സമയത്തുള്ള നോമ്പോ അത് പിന്നീട് ഖളാ വീട്ടണം, അത് ഖളാ വീട്ടേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നമസ്കാരം ഞങ്ങളോട് ഖളാ വീട്ടാൻ കൽപ്പിക്കപ്പെടാറില്ല, എന്നാൽ നോമ്പ് ഞങ്ങളോട് ഖളാ വീട്ടാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇതാണ് ഹൈദുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സന്ദർഭ പീരീഡ് ഘട്ടത്തിലുള്ള നോമ്പ് പിന്നീട് അത് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതാണ്. നേരത്തെ ജനാബത്തുള്ളവരെ കുറിച്ച് സൂചിപ്പിച്ച മസല അവർക്കും ബാധകമാണ്. സുബഹിക്ക് മുമ്പ് ശുദ്ധിയായി, കുളിച്ചിട്ടില്ല, എന്നാൽ അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ? നോമ്പെടുക്കണം. കുളിക്കുന്നത് സുബഹിക്ക് ശേഷമായാലും ആ ദിവസത്തെ നോമ്പ് അവരെടുക്കണം. നോമ്പിന് കുളിക്കേണ്ട ബാധ്യതയില്ല. ജനാബത്തിന്റെ അതേ നിയമം തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യം ഛർദിയാണ്. തികട്ടി വന്ന് അനിയന്ത്രിതമായി വരുന്ന ഛർദിയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല. മറിച്ച് ഛർദി ഉണ്ടാക്കിയതാണെങ്കിൽ, ചില ആളുകൾ പല്ലൊക്കെ തേക്കുമ്പോൾ ഛർദി വരും, ആ ഛർദി തൊണ്ട തേക്കലുണ്ടാവരുത്. അപ്പൊ അങ്ങനെയൊക്കെ ഛർദി ഉണ്ടാക്കിയതാണെങ്കിൽ അവരെ സംബന്ധിച്ച് നോമ്പ് നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്തഖാ അംദൻ ഫൽയഖദി, മനഃപൂർവ്വം ഒരാൾ ഛർദി വരുത്തിയാൽ അവൻ ഖളാ വീട്ടണം. വമൻ ദറഅഹുൽ ഖൈബ്, ഛർദി ഒരാൾക്ക് മുട്ടി വന്നാൽ, നിർബന്ധിതനായി വന്നാൽ, ഫലാ ഖളാ അലൈഹി, അതവന് ഖളാ വീട്ടേണ്ടതില്ല. ഇതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി 3 കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് ചേർത്ത് പറയേണ്ടത്. ഒന്ന്, മറവി സംഭവിച്ചാൽ അവിടെ വിട്ടുവീഴ്ചയുണ്ട്. അപ്പൊ നോമ്പിന്റെ പകലിൽ തന്നെ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോകും. ചിലർക്ക് ശീലമായിട്ടുള്ള വെള്ളം കാണുമ്പോൾ അറിയാതെ എടുത്ത് കുടിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കുഴപ്പമുള്ളതല്ല. നോമ്പിന് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ദന്തശുദ്ധി വരുത്തുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചില പ്രഭാഷണങ്ങളിലും ചില പുസ്തകങ്ങളിലൊക്കെ കാണും റമദാനിൽ ളുഹർ കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അസറിന് ശേഷം തീരെ പാടില്ല എന്നൊക്കെയുള്ള വിശദീകരണം നോക്കണം. ഷാഫി മദ്ഹബിന്റെ ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായവുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വിലക്കും അതിൽ വന്നിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി പറയുന്നത്, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി വുദൂ, എന്റെ ഉമ്മത്തിനെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയില്ലെങ്കിൽ എല്ലാ വുദൂഇന്റെ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്.
അപ്പൊ എല്ലാ വുദൂഇന് വേണ്ടിയും മിസ്വാക്ക് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ എത്രയോ തവണ അവിടുന്ന് മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്ന റിപ്പോർട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് നോമ്പുകാരനാണ് എന്ന കാരണത്താൽ മിസ്വാക്ക് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള വിരോധവും വിലക്കും അതിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതേ പ്രകാരം തന്നെ നോമ്പുകാരനായിരിക്കെ ചിലപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി രക്തം എടുക്കേണ്ടി വരാറുണ്ട്. ഷുഗർ ടെസ്റ്റ് ചെയ്യാനും അതുപോലുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ചിലപ്പോൾ രക്തം എടുക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല, അതും അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തെ സൂചിപ്പിക്കുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. നോമ്പിന്റെ നിയ്യത്ത് എന്തായിരുന്നുവോ ആ നിയ്യത്ത് ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ, അതനുസരിച്ചുകൊണ്ട് നോമ്പ് പൂർത്തിയാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം ഹലാലായ സമ്പത്തും സമ്പാദ്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അതാണ് നാം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ നോമ്പെടുത്തത്. ഇത് നല്ലൊരു ത്യാഗമുള്ള സംഗതിയാണ്, നിസ്സാരമൊന്നല്ല. പടച്ചോൻ അനുഗ്രഹിച്ചത് കൊണ്ട് ഇന്നലെയും മെനഞ്ഞാന്ന് നമുക്ക് മഴ കിട്ടി, നല്ല ആശ്വാസത്തിലാണ്. അൽഹംദുലില്ലാഹ്, വലിയ ഹൈർ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ നോമ്പെടുക്കുന്നത് കടുത്ത ദാഹം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. വീട്ടിൻ്റെ അകത്തിരിക്കുന്നവരല്ല, നമ്മളിൽ അധികം ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നവർ കൂടിയാണ്. വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ആ നോമ്പിന്റെ ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളണം. ഹലാലായ സമ്പാദ്യങ്ങളും ഹലാലായ മാർഗങ്ങളും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കെ അതെല്ലാം ഉപേക്ഷിച്ച് നോമ്പെടുക്കുമ്പോൾ തീർത്തും ഹറാമിൽ നിന്ന്, കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കടുത്ത ഒരു പരീക്ഷണമാണ്. ആ ഒരു പരീക്ഷണം നാം ഉൾക്കൊണ്ടുകൊണ്ട് നാവിനും കണ്ണിനും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ആ നോമ്പിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. അത് നോമ്പിന്റെ ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, നോമ്പിന് നമുക്ക് മറ്റൊരു നിർദ്ദേശമുള്ളത് എന്താണ്? കഴിയുന്നത്ര പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. നമ്മളൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതോടൊപ്പം ഒന്നുകൂടി സൂക്ഷ്മത പുലർത്താനും സാധ്യമായ പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ തിന്മകളെ വിമലീകരിക്കുകയും വിഭാടനം ചെയ്യുകയും നന്മകളെ സംശീകരിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമായി ശീലമാക്കിയെടുക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള കടുത്ത ഒരു പരിശീലനം കൂടിയാണ് റമദാനും ദീവ്രതവും. അത് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പിന്റെ കാര്യങ്ങളൊക്കെ നാം നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയുള്ള അർഹമായ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നോമ്പ് അതിൻ്റെ ചിട്ടകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് പൂർത്തീകരിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും